പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വീണ്ടും നേർക്കുനേറാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ഇഡി നൽകിയ ഹർജി കൊൽക്കത്ത ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്ന ദിവസം. കൽക്കരി അഴിമതിയിലെ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ മമത കൈക്കലാക്കിയെന്നാണ് ഇഡി വാദം. എന്നാൽ തിരഞ്ഞെടുപ്പടുത്തിരിക്കെയുള്ള നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് TMC ആരോപിക്കുന്നത്. ശരത്ലാൽ വിവരങ്ങളുമായി നമുക്കിപ്പം തുടരുന്നുണ്ട്. ശരത്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബംഗാളിൽ നിന്നും കണ്ടത് നാടകീയമായ സംഭവങ്ങളായിരുന്നു. നമുക്കറിയുന്ന പോലെ കേരളത്തെ പോലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് പശ്ചിമ ബംഗാളും. അവിടെ IT ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ ED റെയ്ഡ് നടക്കുന്നു. അവിടേക്ക് മമതാ ബാനർജി എത്തുന്നു. പിന്നീട് പരസ്യമായി തന്നെ പ്രതികരണങ്ങൾ നടത്തുന്നു. പിന്നെ ബംഗാളിന്റെ ചരിത്രത്തെ വെച്ച് ഇതിപ്പം ആദ്യത്തെ സംഭവമല്ല. നമ്മൾ 2021 നാരദ കേസിലൊക്കെ കണ്ടതാണ്. അവിടെയും 2 ഉദ്യോഗസ്ഥർ ഇതുപോലെ ED റെയ്ഡ് നടക്കുന്ന ഘട്ടത്തിൽ മമത അവിടേക്ക് എത്തുകയും 5-6 മണിക്കൂർ അവിടെ ഇരിക്കുകയും ഒക്കെ ചെയ്തത് ബംഗാളിലെ രാഷ്ട്രീയത്തിൽ സുപരിചിതവുമാണ്. അപ്പം ഈ റെയ്ഡും ഈ മറ്റു കാര്യങ്ങളുമൊക്കെ ബംഗാൾ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയാണ്? ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ED മമത പോര് അത് നേർക്കുനേറെത്തുന്ന സാഹചര്യമാണോ ശരത്ത്? അതെ സേതുലക്ഷ്മി, വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയണം. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഒരു ഏജൻസിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു ഇഡിയുടെ റെയ്ഡ് നടക്കുന്ന സ്ഥലത്ത് സംസ്ഥാന പോലീസ് അധികാരികളോട് ചേർന്നുകൊണ്ട് കടന്നു കയറുകയും ഇഡിയിൽ നിന്ന് സാധനങ്ങൾ, അതായത് അവിടെ നിന്നുള്ള ലാപ്ടോപ്പും അതേപോലെ ഹാർഡ് ഡിസ്കും അതുപോലെ ഫയലുകളും എടുത്തു കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതും പൊതുജന മധ്യത്തിൽ, ദൃശ്യമാധ്യമങ്ങൾ മുമ്പിൽ കൂടി തന്നെ ഈ കാര്യങ്ങൾ എടുത്തു കൊണ്ടുപോവുക എന്ന തരത്തിലുള്ളൊരു നടപടിയാണ്. അസാധാരണമാണ് അത്തരമൊരു നടപടിയാണ്. ഇന്ത്യയിൽ ഇതുവരെ ഇത്തരമൊരു സംഭവം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവകരമായിട്ടാണ് ED ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ED ഹൈക്കോടതിയെ സമീപിച്ചത്. അതേപോലെ തന്നെ മമതാ ബാനർജി മുതൽ TMCയും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കാരണം ഇത് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തങ്ങളെ ED റെയ്ഡ് നടത്തുന്നു എന്നാണ് മമതാ ബാനർജിയുടെ ചൂണ്ടിക്കാട്ടുന്നത്. ഹർജിയിൽ തങ്ങളുടെ രാഷ്ട്രീയ ഉപദേശകരുടെ സ്ഥാപനത്തിലാണ് റെയ്ഡ് നടത്തിയത്, അവിടെ എന്താണ് കള്ളപ്പണം എന്നാണ് മമതാ ബാനർജി നോക്കുന്നത്. എന്നാൽ CPMഉം കോൺഗ്രസും BJPയും അടക്കം മമതാ ബാനർജിക്കെതിരെ വളരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ മുഹമ്മദ് സലീം തന്നെ മമതയെ അറസ്റ്റ് ചെയ്യണം എന്ന ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും BJPയും കോൺഗ്രസും CPMഉം വളരെ കടുത്ത ഭാഷയിലാണ് മമതയുടെ ഈ നടപടിയെ എതിർത്തിരിക്കുന്നത്. ഏതായാലും ഇത് EDയുടെയും മമതയുടെയും ഐപാക്കിന്റെയും ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അടുത്ത 24 മണിക്കൂർ മമതയെ സംബന്ധിച്ചുള്ള വളരെ നിർണായകമാണ്. എന്തായിരിക്കും ഹൈക്കോടതിയുടെ വിധി? ഹൈക്കോടതി ഇക്കാര്യത്തിൽ EDക്ക് അനുകൂല നിലപാടെടുക്കുമോ എന്ന കാര്യത്തിലാണ് ഇനി നമുക്കിനി അറിയേണ്ടത്. സുലക്ഷ്മി, ഏതായാലും വിഷയങ്ങളൊക്കെ ഈ റെയ്ഡും മറ്റ് നിയമ നടപടികളും കോടതിയിൽ നിന്ന് വരുന്ന പരാമർശങ്ങളും ഒക്കെ അത് എത്ര കണ്ട് നിർണായകമാകും, എങ്ങനെയാകും ആ കാര്യങ്ങൾ പോവുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു.